10ാം ക്ലാസ് +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരുപാട് അവസരങ്ങളാണ് 2025 PSC നോട്ടിഫിക്കേഷനുകളിൽ വന്നിട്ടുള്ളത്. ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ട് SI, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളും, CPO, WCPO, ഫയർമാൻ പോലുള്ള യൂണിഫോം പോസ്റ്റുകളും, ഡ്രൈവർ പോസ്റ്റുകളും, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ASM പോലുള്ള പരീക്ഷകളുമാണ് 2025 നമ്മളെ കാത്തിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു കിടിലൻ റിപ്പബ്ലിക് ഡേ ഓഫറുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 25, 26, 27 തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും 30% ഓഫർ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കോഴ്സുകളെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കറന്റ് അഫെയർ ആണ് പഠിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, അടുത്തിടെയാണ് അമേരിക്കയുടെ 47ാം പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ട്രംപിന്റെ മന്ത്രിസഭയിൽ ഒരുപാട് മലയാളി അംഗങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് മലയാളി പ്രവർത്തകന്മാരുണ്ട്. സോ അതുകൊണ്ട് അതൊക്കെ ഇനിയുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രംപിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ലോകം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് US ഇലക്ഷൻ. അപ്പോൾ കുറെ കാലത്തെ ഒരു പ്രൊസീജിയറാണ് US ഇലക്ഷൻ. നമ്മുടെ ഇന്ത്യയുടെ ഇലക്ഷൻ പോലെയല്ല, ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, ഒരുപാട് ഘട്ടങ്ങളുണ്ട്, ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഇലക്ഷനാണ് US ഇലക്ഷൻ എന്ന് പറയുന്നത്. ഒരു US പ്രസിഡന്റ് കാലാവധി 4 വർഷമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ, വീണ്ടും എന്ന് പറയാനുള്ള കാരണം 45ാമത്, അതായത് 4 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം എന്താണ്, പ്രസിഡന്റിന്റെ ആ ഒരു അധികാര പദവിയിൽ എത്തുകയാണ്. അപ്പോൾ 45ാമത്തെ US പ്രസിഡന്റും 47ാമത്തെ US പ്രസിഡന്റും ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ആരോഗ്യ സംഘടനയുടെ ആ ഒരു അംഗത്വം അമേരിക്ക ഒഴിവാക്കുകയാണ്. അത് ഇനി PSC പരീക്ഷയിൽ ചോദിക്കാം. അടുത്തിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അതുപോലെ മെക്സിക്കൻ ഉൾക്കടലിന് അമേരിക്കൻ ഉൾക്കടൽ എന്നുള്ള പേര് കൊടുക്കുകയാണ്. അതുപോലെ ധനാലി എന്ന് പറയുന്ന കൊടുമുടിക്ക് മക്കൻലി എന്ന് പറയുന്ന പേര് നൽകുകയാണ്. അതുപോലെ മറ്റ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്യാപിറ്റോൾ എന്ന് പറയുന്ന ആ ഒരു കലാപത്തിലെ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുകയാണ്. ക്യൂബയെ ഒരു ഭീകര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ട്രംപ് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൊരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ മാത്രം പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്നല്ല ആവശ്യം. നമുക്ക് ആക്ച്വലി എന്താണ് ആവശ്യം? ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന രീതിയിൽ ഈ ട്രംപുമായി ബന്ധപ്പെട്ടും അമേരിക്കൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? അത്തരം കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ട്രംപിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോ 2024 നവംബർ 5 അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ഈ അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊസീജിയർ തന്നെയാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് അറിയേണ്ടത് തന്നെയുണ്ട്. ഓക്കെ, അപ്പോ 2025 ജനുവരി 20 ട്രംപും വാൻസും 47ാമത് പ്രസിഡന്റായും 50ാമത് വൈസ് പ്രസിഡന്റായും അധികാരമേറ്റു. ഇപ്പൊ JD വാൻസ് അമേരിക്കയുടെ 50ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം. അത് അറിഞ്ഞിരിക്കുക. നമുക്ക് ചിലപ്പം പ്രസിഡന്റിനെ കുറിച്ചായിരിക്കും ഐഡിയ ഉണ്ടാവുക. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ആണ് ആര്? ഡൊണാൾഡ് ട്രംപ്. അതുപോലെ JD വാൻസ് എന്ന് പറയുന്നത് എന്താണ്? JD വാൻസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ 50ാമത് വൈസ് പ്രസിഡന്റ് ആണ്. കഴിഞ്ഞ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? കമല ഹാരിസ് ആയിരുന്നു. കഴിഞ്ഞ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണ്? 47ാമത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. JD വാൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു നമ്പർ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക, ചിലപ്പം ചോദിക്കുക കേട്ടോ. 50ാമത്തെ വൈസ് പ്രസിഡന്റ്, എന്നാൽ 47ാമത്തെ പ്രസിഡന്റ്. അമേരിക്കൻ പ്രസിഡന്റ് കാലാവധിയാണ് 4 വർഷം അല്ലെ. ഇനി ആ ഒരു വസതിയെ പറയുന്ന പേരാണ് വൈറ്റ് ഹൗസ് അല്ലെ. അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയുടെ പേരാണെന്ത്? വൈറ്റ് ഹൗസ്. ട്രംപ് ഭരണകൂടത്തിലെ നിർണായകമായ പദവികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ അമേരിക്കൻ വംശജരാണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ഈ ട്രംപ് 2.0, ട്രംപ് 2ാം തവണ അമേരിക്കയുടെ പ്രസിഡന്റ് തലത്തിൽ എത്തുമ്പോൾ ഒരുപാട് ഇന്ത്യൻ വംശജർ, മലയാളികളിൽ നിന്നല്ല,
ഒരുപാട് ഇന്ത്യൻ വംശജർ എന്താണ് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലുണ്ട്. സോ നോക്കാം, വിവേക് രാമസ്വാമി ട്രംപ് പ്രഖ്യാപിച്ച സർക്കാർ കമ്മീഷനായ ഡോഷിന്റെ മേധാവികളിൽ ഒരാളാണ് ആര്? വിവേക് രാമസ്വാമി എന്ന് പറഞ്ഞപ്പോ ട്രംപ് പ്രഖ്യാപിച്ച സർക്കാർ കമ്മീഷൻ ആയ ഡോഷ് എന്ന് പറയുന്ന കമ്മീഷന്റെ മേധാവികളിൽ ഒരാളാണ് ആര്? വിവേക് രാമസ്വാമി. ഡോഷിന്റെ മേധാവികളിൽ ഒരാളാണ് ആര്? വിവേക് രാമസ്വാമി. ശ്രീറാം കൃഷ്ണൻ വൈറ്റ് ഹൗസിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയ ഉപദേഷ്ടാവായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ശ്രീറാം കൃഷ്ണൻ വൈറ്റ് ഹൗസിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയ ഉപദേഷ്ടാവായി നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ശ്രീറാം കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ഹൗസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയുടെ പേരാണ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. സോ വൈറ്റ് ഹൗസിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI നയ ഉപദേഷ്ടാവായി നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ആരാണ്? ശ്രീറാം കൃഷ്ണനാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റ് ഹൗസിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയ ഉപദേഷ്ടാവായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ്, ജയ് ഭട്ടാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടറായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോ ജയ് ഭട്ടാചാര്യ എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടറായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ജയ് ഭട്ടാചാര്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഡയറക്ടറായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ക്യാഷ് പട്ടേൽ FBI ഡയറക്ടറാണ്. FBIയുടെ ഡയറക്ടറാണ് ആര്? ക്യാഷ് പട്ടേൽ എന്ന് പറയുന്നത്. ഓക്കെ, FBIയുടെ ഡയറക്ടറാണ് ക്യാഷ് പട്ടേൽ എന്ന് പറയുന്നത്. ഹർമീത് ദില്ലൻ US പൗരാവകാശ വിഭാഗം അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോ ഹർമീത് ദില്ലൻ എന്താണ്? US പൗരാവകാശ വിഭാഗം അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഹർമീത് ദില്ലൻ. US പൗരാവകാശ വിഭാഗം അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഹർമീത് ദില്ലൻ എന്ന് പറയുന്നത്. ഇനി അമേരിക്കയിലെ പ്രഥമ വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യയാണ്. എന്നാൽ US-ന്റെ സെക്കൻഡ് ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷ ചിലുകുരിയാണ്. ഈ സെക്കൻഡ് ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ. ആരാണ്? ഉഷ ചിലുകുരിയാണ്. ചിലുകുരി വാൻസ് ആണ്, ഇന്ത്യൻ വംശജയാണ്. ഓക്കെ, അപ്പോ US-ന്റെ സെക്കൻഡ് ലേഡി എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റിന്റെ വൈഫ് അല്ലെ? ഉഷ ചിലുകുരി വാൻസ് ആണ്, ഇന്ത്യൻ വംശജയാണ്. വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അമേരിക്കയുടെ 50ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് ആര്? JD വാൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ലേഡി സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ, ആദ്യ ഹിന്ദു, ആദ്യ ഏഷ്യൻ അമേരിക്കൻ വംശജ തുടങ്ങിയ റെക്കോർഡുകൾ എല്ലാം ഉഷക്ക് സ്വന്തമാണ്. എന്താണ്? സെക്കൻഡ് ലേഡി സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ, അതുപോലെ ആദ്യ ഹിന്ദു, ആദ്യ ഏഷ്യൻ അമേരിക്കൻ വംശജ തുടങ്ങിയ റെക്കോർഡുകളെല്ലാം ആർക്ക് സ്വന്തം? ഉഷക്ക് സ്വന്തമാണ്. ഉഷ ചിലുകുരിയാണ് എന്തെന്ന് പറയുന്നത്. ഉഷ ചിലുകുരി വാൻസ് ആണ് US-ന്റെ സെക്കൻഡ് ലേഡി. ഇപ്പോഴത്തെ സെക്കൻഡ് ലേഡി മീൻസ് വൈസ് പ്രസിഡന്റിന്റെ വൈഫ്. ഓക്കെ, ഫസ്റ്റ് ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പ്രസിഡന്റിന്റെ വൈഫിനെയാണ് ഫസ്റ്റ് ലേഡി എന്ന് പറയാം. ഓക്കെ ആണല്ലോ. സോ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ആയ ട്രംപിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സഹായികളിൽ ഇന്ത്യൻ വംശജർ ആരൊക്കെയുണ്ട് അവരെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു PSC പരീക്ഷയാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കാരണം പല എക്സാമിലും ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സ് എല്ലാം കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോടെയാണ് പഠിക്കുന്നത്. ഇന്ത്യ, കേരളം, വേൾഡ് തുടങ്ങിയ ആ ഒരു ലെവലിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ക്യാപ്സ്യൂൾ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല കേട്ടോ, നമ്മൾ ബാക്കി എല്ലാ ടോപ്പിക്സും അങ്ങനെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. സോ ഈ ഒരു ബാച്ചിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും ആപ്പിൽ. അതുപോലെ അത് ബേസ് ചെയ്തുള്ള റിവ്യൂ ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 24/7 മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വർക്കൗട്ട് അതിനുള്ള ഒരു സെഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ബാച്ചിന്റെ ഭാഗമാണ്.
അപ്പോൾ ഇനി കുറച്ച് സമയം മാത്രമേ നമ്മുടെ പ്രിലിംസ് എക്സാമിന് ബാക്കിയുള്ളൂ, അല്ലെ? ഏകദേശം ഒരു 3 മാസം മാത്രമേ ഇനി നമ്മുടെ പ്രിലിംസ് എക്സാമിനുള്ളൂ. മെയ് മാസത്തിൽ പ്രിലിംസ് വരുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് വലിയൊരു പ്രിപ്പറേഷൻ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങുക. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഈ നമ്മുടെ CC-യുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട അതിന്റെ അതിന്റെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൂടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചും നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? ഈ ഒരു ട്രംപുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വരുന്ന എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോസും മറ്റു പ്രധാനപ്പെട്ട ടോപ്പിക്സിന്റെ വീഡിയോസ് ഒക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.